ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂബാസ് ഷെയർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉഴുന്നുവട റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇതിൽ ഞാൻ ഉഴുന്ന് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഉഴുന്നില്ലാണ്ട് ഉഴുന്നുവട, അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ ഉഴുന്നുവട അതേ ടേസ്റ്റും കൂടി കിട്ടാനായിട്ട് അവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പോഹ വടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. വട തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. വെളുത്ത അവൽ ഒന്ന് നന്നായിട്ട് 2-3 വട്ടം കഴുകിയെടുത്തു. ഇനി നമുക്കിതൊരു മിക്സി ജാറിലിട്ടിട്ട് ഒരു 50 മില്ലി അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് തരി പേസ്റ്റ് പരുവത്തിലാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു കുഴഞ്ഞ ചോറിൻ്റെ പരുവത്തിൽ നമുക്കിതിനെ മിക്സ് ചെയ്ത് എടുക്കാം. ഉഴുന്ന് കുറേ നേരമൊക്കെ നമ്മൾ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മളിവിടെ അവിൽ ചേർത്തത്. അപ്പോൾ ഇതിലൊട്ട് 2 സ്പൂൺ നിങ്ങളുടെ വീട്ടിലെ ദോശമാവ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ബാക്കി ഉഴുന്നിവിടെ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, പിന്നെ മുളക് ചെറിയ കഷ്ണങ്ങളിട്ട് കട്ട് ചെയ്ത് പച്ചമുളക് 1 സ്പൂൺ, പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഇതെല്ലാം തന്നെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് അവലിന് 1/2 കപ്പ് സവാള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ അതായത് കുരുമുളക് നമ്മൾ പൊടിച്ചതും പിന്നെ കുരുമുളകും 2 തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് മാവ് പരുവത്തിലാവാനായിട്ട് ഞാൻ 4 സ്പൂൺ വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് നല്ല ക്രിസ്പിയായി കിട്ടാനായിട്ട് കോൺഫ്ലോർ 1 സ്പൂൺ കൂടി, 1 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോറും ചേർക്കുന്നുണ്ട്. അതായത് കുരുമുളക് പൊടി 1/2 സ്പൂണും 5 കുരുമുളകും കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. നമുക്കത് 20 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞു. ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ഇതുപോലെ ഉരുണ്ടകളാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ തള്ളവിരൽ ഉപയോഗിച്ച് നടുവിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ തന്നെയാണ്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്ക് 3-4 ഉഴുന്നുവട ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോഴേ ഉൾവശവും പുറംവശവും എല്ലാം നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമ്മൾ മറുവശവും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നുവട പെട്ടെന്ന് കഴിക്കാൻ തോന്നിയാൽ നമുക്ക് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ച് മണിക്കൂർ കണക്കിൽ കാത്തിരിക്കണമെന്നില്ല. നമുക്ക് വീട്ടിൽ അവിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കോൺഫ്ലോറും അരിപ്പൊടിയും ചേർത്ത് കൊടുത്തത്. മാവ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഇത് പുളിക്കുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങിയും വരും. നിങ്ങൾ അവിൽ മാത്രം ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ ഇത് എത്രയും പൊങ്ങി വരണമെന്നില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ഷേപ്പാക്കി ഒരു പ്ലേറ്റിൽ വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ വടയും ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മൾ എണ്ണ ചൂടാകുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച മാവിൽ നിന്നെല്ലാം ഉഴുന്നുവട പൊരിച്ചെടുത്തിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. 2 വശവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്ന വരെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റിൽ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങാ ചട്നിയോ എന്തെങ്കിലും ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എത്രമാത്രം മൊരിഞ്ഞു എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. മറക്കാണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തുള്ളത് കാണാം. ഇതുവരെ എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് ബൈ.